ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സ്നേഹദൂരത്തൊരു കാത്തിരിപ്പ് പാർട്ട് 4. എന്തിനു വേണ്ടി ഇങ്ങനെ അകന്ന് സ്വയം ശിക്ഷിക്കുകയായിരുന്നോ? ഉണ്ണികൃഷ്ണന്റെ ചിന്ത അതുതന്നെയായിരുന്നു. രോഗം മാറി വന്ന ആ ഒരു ഘട്ടം മുതൽ അയാളുടെ ചിന്ത അതുതന്നെയായിരുന്നു. എന്തിനു വേണ്ടി താനും നന്ദയും തമ്മിൽ ഇങ്ങനെ അകന്നു? ആരോടുള്ള ദേഷ്യം തീർക്കലായിരുന്നു? തന്നോട് തന്നെയോ അതോ ദൈവങ്ങളോടോ? അറിയില്ല. ഉണ്ണി, സ്നേഹലോലമായൊരു സ്വരം. ഉണ്ണികൃഷ്ണൻ മുഖം തിരിച്ചു നോക്കി. രേവതി ടീച്ചർ. അയാൾ എഴുന്നേറ്റിരുന്നു. മുഖം പിന്നെ തിരിച്ചതേയില്ല. രേവതി ടീച്ചറിനെ കാണാൻ ഇഷ്ടപ്പെടാത്തതുപോലെ കുനിഞ്ഞിരുന്നു. രേവതി ടീച്ചർ കണ്ടു. പഴയ ഉണ്ണിയുടെ രൂപരേഖ മാത്രമുള്ള ഒരു എല്ലിൻ കൂട്. ആ മുഖത്ത് ചിരിയില്ല, ചൈതന്യമില്ല, കണ്ണുകൾക്ക് തിളക്കവുമില്ല. ഒരു ഗൗരവഭാവം മാത്രം. കണ്ണുകളിൽ ഒരു തീക്ഷ്ണതയും നോട്ടത്തിന് ആവിയും ചൂടും. ഉണ്ണി, ഇപ്പൊ എങ്ങനുണ്ട്? രേവതി ടീച്ചർ ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ മറുപടി പറഞ്ഞില്ല. അല്പസമയം രേവതി ടീച്ചർ അങ്ങനെ തന്നെ നിന്നു. ഒരുപാട് സങ്കടവും കുറ്റബോധവും തോന്നി രേവതി ടീച്ചറിന്. ഉണ്ണികൃഷ്ണൻ നന്ദയെ പെണ്ണ് കാണാൻ വന്നത് മുതൽ ഓരോന്നും അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇപ്പോഴിതാ ഈ നിലയിലും. നിറമിഴികളോടെ രേവതി ടീച്ചർ പിന്തിരിഞ്ഞു. മുറിക്ക് പുറത്തിറങ്ങി. മുകുന്ദൻ അങ്ങോട്ട് വരികയായിരുന്നു. കയ്യിലെ ഫ്ലാസ്കിൽ ചൂടുവെള്ളം. ആ, രേവതിയോ? ഞാനിത്തിരി ചൂടുവെള്ളം എടുക്കാൻ പോയി. ഈശ്വരി ചേച്ചി? രാവിലെ വീട്ടിലേക്ക് പോയി. ഇവിടെ ക്യാൻറ്റീനിലെ ആഹാരം കഴിച്ചു മടുത്തു. അല്പം വല്ലതും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞു പോയതാ. ഉച്ചയ്ക്ക് മുമ്പ് എത്തും. രേവതി അകത്തേക്ക് കയറി ഇരിക്കാലോ? വേണ്ട, ഞാൻ അകത്ത് കയറി ഉണ്ണിയെ കണ്ടു, രേവതി ടീച്ചർ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്? നന്നായി കുറവുണ്ട്, എന്നാലും മരുന്ന് കഴിക്കണം. അത് കഴിക്കില്ല, ആഹാരവും കഴിക്കില്ല. തീരെ കൊച്ചുകുട്ടികളെക്കാൾ ശാഠ്യം, അല്ലെങ്കിൽ വാശിയാകും. ആഹാരവും മരുന്നും തിരസ്കരിച്ചാൽ ചാകാനുള്ള വഴി എളുപ്പം തെളിയുമെന്നാവും വിചാരം. തെല്ലു വിഷമത്തോടെ മുകുന്ദൻ പറഞ്ഞു. എന്നേക്കാൾ മുൻപേ പോയാൽ എന്റെ പിണ്ടം വെക്കണ്ടല്ലോ. രേവതി ടീച്ചർ വിഷമത്തിലായി. നന്ദ? മുകുന്ദൻ ചോദിച്ചു. രേവതി ടീച്ചർ അയാളുടെ മുഖത്തേക്ക് നോക്കി. അന്നും പിറ്റേന്നും വന്നു. ഉണ്ണിക്ക് ബോധം വീണതിൽ പിന്നെ വന്നിട്ടില്ല. അവൾ അന്യ വീട്ടിലല്ലേ ചേട്ടാ, അവൾക്ക് ഒരുപാട് പരിമിതികളുണ്ടാവും. മുകുന്ദൻ മൂളി. കയ്യിലിരുന്നതിനെ തല്ലിപ്പറത്തി വിട്ടിട്ടിനി അതിനെ പിടികിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അയാൾ സ്വയം കുറ്റപ്പെടുത്തി. അവിടെ നിന്ന് പോകുമ്പോൾ മുകുന്ദന്റെ ആ സ്വരവും ഉണ്ണികൃഷ്ണന്റെ മുഖം കുനിച്ചുള്ള ഇരിപ്പുമായിരുന്നു രേവതി ടീച്ചറിന്റെ മനസ്സിൽ. ഒരാശ്വാസവും തോന്നി. താൻ നന്ദയെ വിളിച്ച് ഉണ്ണികൃഷ്ണന്റെ അടുത്ത് കൊണ്ടുവന്നത് തെറ്റായിരുന്നില്ല എന്നത്. കാരണം അതുകൊണ്ട് മാത്രം ഉണ്ണികൃഷ്ണൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു. ഇന്ന് ഭൂമിക്ക് മുകളിൽ ആരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും താൻ തെറ്റുകാരിയല്ല. വലിയൊരു ഭാരം നെഞ്ചിൽ നിന്ന് ഇറക്കി വെച്ച സന്തോഷം തോന്നി രേവതി ടീച്ചർക്ക്. ഡോക്ടർ ശങ്കർ കൃഷ്ണൻ ഉണ്ണികൃഷ്ണനെ ഉപദേശിച്ചു. നിങ്ങൾ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. 4 വർഷമേ നിങ്ങൾ ദാമ്പത്യ സുഖം അനുഭവിച്ചിട്ടുള്ളൂ. പ്രസവിക്കാത്ത ഭാര്യ നിങ്ങൾക്കൊരു നല്ല ജീവിതം ആശംസിച്ച് ഒഴിഞ്ഞു മാറി. അവർ ഇന്നും മറ്റൊരാളുടെ ഭാര്യയുമാണ്. പിന്നെന്തിന് നിങ്ങൾ ഇനി മടിക്കണം? ഒരിണയെ നിങ്ങൾ കണ്ടെത്തണം. ഭാര്യയും കുഞ്ഞും ഒക്കെയുള്ള ഒരു നല്ല ജീവിതം തനിക്കുണ്ടടോ ഇനിയും. ഉണ്ണികൃഷ്ണൻ മറുപടി ഒന്നും പറഞ്ഞില്ല, കേട്ടു. ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുന്നത് വിജയിച്ചു തന്നെ ആകണമടോ, ഒരിക്കലും പരാജയത്തിലാകരുത്. ഉണ്ണികൃഷ്ണൻ ഡോക്ടർക്ക് പുറംതിരിഞ്ഞു കിടന്നു. അത് കണ്ടു മുകുന്ദനും ഈശ്വരിയും ഡോക്ടറെ വിഷമത്തോടെ നോക്കി. അവർ പറഞ്ഞ് നിർബന്ധിച്ച് ഉണ്ണികൃഷ്ണനെ ഉപദേശിക്കാൻ കൊണ്ടുവന്നതായിരുന്നു ഡോക്ടറെ. മിക്ക ദിവസങ്ങളിലും ഉണ്ണികൃഷ്ണന്റെ ഓഫീസ് സ്റ്റാഫ് അയാളെ കാണാനെത്തിയിരുന്നു. അയാളോട് ധാരാളം സംസാരിക്കുകയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും വരും ജോർജ്. അയാളോടെ ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും സംസാരിക്കുമായിരുന്നുള്ളൂ. കാര്യമായി ഉണ്ണികൃഷ്ണനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ജോർജ് വന്നു. എല്ല് പോലെയുള്ള ശരീരവും ആശയറ്റതുപോലെയുള്ള മിഴികളും. ജോർജിന് തന്നെ അത് കണ്ടിട്ട് ആകെ വിഷമമായി. മുകുന്ദനും ഈശ്വരിയും കൂടി ബില്ലടയ്ക്കാനും മരുന്ന് വാങ്ങാനും ഡോക്ടറോട് യാത്ര പറയാനും പോയിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട് ഉണ്ണികൃഷ്ണ? ജോർജ് അയാൾക്കരികിലിരുന്നു. ഒരു റിലീഫൊക്കെ തോന്നുന്നില്ലേ? ഉവല്ലോ, ഉണ്ണികൃഷ്ണൻ തെല്ല് കടിച്ചു പിടിച്ച ഭാവത്തിൽ പറഞ്ഞു. എല്ലാറ്റിൽ നിന്നും ഒരു റിലീഫ് തോന്നുന്നു. ബന്ധങ്ങളിൽ നിന്ന്, സ്നേഹങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു റിലീഫ്. ഉണ്ണികൃഷ്ണൻ എന്താണ് പറയുന്നതെന്ന് ജോർജിന് മനസ്സിലായി. താൻ ഇനി അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഉണ്ണികൃഷ്ണ, അതൊക്കെ കഴിഞ്ഞുപോയ അധ്യായങ്ങളല്ലേ. ഉവ്, ഒക്കെ കഴിഞ്ഞുപോയ അധ്യായങ്ങളാണ്, ഉണ്ണികൃഷ്ണൻ വിളറിയ ചിരിയോടെ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയാൽ
പലർക്കും മുമ്പോട്ട് പോകാനാവില്ലടോ. അത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയാൽ വിജയിച്ചു. തിരിഞ്ഞു നോക്കാനോ? ആര്? ഈ ഞാനോ? എന്തിന്? ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒക്കെ അടച്ചു വെച്ച പുസ്തകങ്ങൾ, ഇനി മുമ്പോട്ട് മാത്രം. അതേടെ ഉണ്ണികൃഷ്ണ, ഇനി അതാ വേണ്ടത്. ജോർജ് ഉത്സാഹത്തോടെ തുടർന്നു. നമ്മൾ ആണുങ്ങളും തോറ്റുകൊടുക്കരുത്, വിജയിക്കണം. നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകുമെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഉണ്ണികൃഷ്ണന് ധൈര്യം പകരാനാണ് ജോർജ് ശ്രമിക്കുന്നത്. വേണം, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഡോക്ടറും പറഞ്ഞു തോൽക്കരുത്, എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യണമെന്ന്. ആഹാ, ഡോക്ടറും പറഞ്ഞോ? നന്നായി. ജോർജ് തുടർന്നു. അപ്പോൾ എന്നു മുതലാണിനി താൻ ഓഫീസിലേക്ക് വരിക? ഒരാഴ്ച കൂടി വിശ്രമിക്കുന്നതാണ് നല്ലത്, അല്ലേ? അത് കഴിഞ്ഞാൽ എന്താണ് ഇനി തന്റെ പ്ലാൻ? ജോർജ് കൂടുതൽ ഉത്സാഹവാനായി. ഇനി എനിക്ക് ഒറ്റ പ്ലാനേ ഉള്ളൂ. ഉണ്ണികൃഷ്ണന്റെ സ്വരം മുറുകി. എന്താ അത്? നന്ദയെ കൊല്ലുക. ജോർജ് ഞെട്ടിപ്പോയി. ഒപ്പം വാതിക്കലെത്തിയ മുകുന്ദനും ഈശ്വരിയും. നന്ദയെ കൊല്ലാനോ? ഒരു ശ്വാസം തള്ളന്റെ സ്വരമായിരുന്നു ജോർജിന്. അതെ. എന്തിന്? എന്നെ ഉപേക്ഷിച്ചു പോയിട്ടവൾ അന്യൊരുത്തന്റെ കൂടെ സുഖിക്കുന്നു. ഞാനോ? ഉണ്ണികൃഷ്ണന്റെ മിഴികൾ തീക്ഷ്ണങ്ങളായി. ശബ്ദം അതികഠിനമായി. ഞാനോ? ഉണ്ണികൃഷ്ണൻ കൈകൊണ്ടൊരു വൃത്തം വരച്ചു. ഒരു ബിഗ് സീറോ. എന്റെ ജീവിതവും ഭാവിയും ഒക്കെ സീറോ. അവളുടെ ജീവിതം 100% വിജയവും. സമ്മതിക്കില്ല ഞാൻ, സമ്മതിക്കില്ല. ഉണ്ണികൃഷ്ണൻ ചീറി. കുത്തിക്കീറി ഞാൻ. ജോർജ് അന്താളിച്ചു പോയി. എന്ത് അബദ്ധാടാ നീ ഈ പറയുന്നത്? മുകുന്ദൻ അകത്തേക്ക് കയറി വന്നു. എന്തൊക്കെയാ ഉണ്ണി നീ പറയുന്നത്? നന്ദയെ കൊല്ലുമെന്നോ? അതെ. ഉണ്ണികൃഷ്ണൻ അവർക്ക് നേരെ തിരിഞ്ഞു. കൊല്ലും ഞാൻ. അതിനവൾ എന്ത് തെറ്റ് ചെയ്തു? അവൾ ചെയ്ത തെറ്റ് ശരിയൊന്നും ഞാൻ വിശകലനം ചെയ്യുന്നില്ല. എനിക്കിനി അതറിയുകയും വേണ്ട. എടാ, അതിനവൾ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഉണ്ണികൃഷ്ണൻ ആദ്യമായി മുകുന്ദന് നേരെ നോക്കി അലറി. അയാൾ വിളറിപ്പോയി. എന്താ ഉണ്ണികൃഷ്ണ ഇതൊക്കെ? ജോർജ് ഉണ്ണികൃഷ്ണനെ ഒന്ന് തണുപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അത്യന്തം ഗൗരവത്തിൽ ഉണ്ണികൃഷ്ണൻ ജോർജിന് നോക്കി ഇടയിൽ കടന്നു പറഞ്ഞു. ജോർജ് പോ. ഉണ്ണികൃഷ്ണ, ഞാൻ ജോർജ് പൊയ്ക്കോ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. തീക്ഷ്ണമായിരുന്ന ആ സ്വരം. ജോർജും വിളറി. അയാൾ മുകുന്ദനെ നോക്കി. ഈശ്വരിയും. ഇരുവരും നിസ്സഹായതയിൽ നിൽക്കുകയാണ്. ജോർജ് പുറത്തേക്കിറങ്ങി. മോനെ, ഉണ്ണികൃഷ്ണ, ഈശ്വരി പറയാനൊരുങ്ങി. വേണ്ട, ആരും ഒന്നും പറയണ്ട. ഉണ്ണികൃഷ്ണൻ അത്യന്തം ഗൗരവത്തിൽ വിലക്കി. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് കരുതണ്ട. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. ഇത് ചെയ്തേ ഇനി ഞാൻ വിശ്രമിക്കൂ. സത്യമായും മുകുന്ദനും ഈശ്വരിയും ഭയന്നു. എന്തു പറ്റി തങ്ങളുടെ മകന്? എത്ര ശാന്തനായിരുന്നു അവൻ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കരുത്തില്ലാത്തവൻ. നന്ദെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലും കൂടിയില്ല. ഒരിക്കൽ മദ്യപിച്ച് വന്ന് തല്ലിയതല്ലാതെ. അത് മനഃപൂർവ്വമായിരുന്നു താനും. ജീവന്റെ ജീവനായി ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുവളെ കൊല്ലണമെന്ന് ചിന്തിക്കാൻ പോലും കഴിയൂ ആർക്കെങ്കിലും? എനിക്കില്ലാതെ, എനിക്ക് കിട്ടാതെ ഒരുത്തനും അങ്ങനെ സ്വന്തം ആക്കണ്ട. ഒരുത്തനും അങ്ങനെ നിഗളിക്കണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. ഉണ്ണികൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ആവർത്തിക്കുന്ന മട്ടിൽ. ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ടാക്സിക്കുള്ളിലാക്കി അവർ വീട്ടിലെത്തി. ചൈത്രത്തിലെത്തിയതോടെ ഉണ്ണികൃഷ്ണൻ തന്റെ റൂമിലേക്ക് കടന്നു. വാതിലും അടച്ചു. ആശുപത്രിയിൽ ചെന്ന് കണ്ടെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ അയൽപ്പക്ക സ്നേഹം പ്രമാണിച്ചാണ് സാലി ചൈത്രത്തിലേക്ക് വന്നത്. ഉണ്ണികൃഷ്ണനെ കാണാനും അസുഖ വിവരങ്ങൾ അന്വേഷിക്കാനും. പക്ഷേ ഉണ്ണികൃഷ്ണൻ വാതിൽ തുറന്നില്ല. സാലിയോട് സംസാരിച്ചതുമില്ല. കഷ്ടം. സാലി മൂക്കത്ത് വിരൽ വെച്ചു. എങ്ങനെ കഴിഞ്ഞൊരു കുടുംബമായത്? എങ്ങനെ സന്തോഷം നടന്ന ഒരുത്തനായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഇപ്പോ ദേ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചു. കഷ്ടം, കഷ്ടം. മുകുന്ദനും ഈശ്വരിയുമാണ് കാരണക്കാരെന്ന് വരുത്തി കഷ്ടം വെച്ച് സാലി പടിയിറങ്ങി. മുകുന്ദനും ഈശ്വരിയും വിളിച്ചിട്ടും വാതിൽ തുറക്കാൻ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചില്ല. മിണ്ടിയതുമില്ല. മുറിക്കുള്ളിൽ അടക്കമില്ലാത്തതുപോലെ വട്ടം ചുറ്റുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഈശ്വരിക്ക് കണ്ണുകൾ തുളുമ്പി. മുകുന്ദന് അസ്വസ്ഥത പെരുകി. വൈകുന്നേരമാണ് ഉണ്ണികൃഷ്ണൻ വാതിൽ തുറന്നത്. ഈശ്വരി വല്ലാതെ നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ട്. ആഹാരം കഴിക്കണം, മരുന്ന് ഇനിയും തുടരേണ്ടതുണ്ട്. വാതിലടച്ചിരുന്നാൽ മാത്രം പോരല്ലോ. ഒടുവിൽ അയാൾ അനുസരിച്ചു. എന്നാലും കഴിയുന്നത്ര സമയം ഒറ്റയ്ക്കിരിക്കാനാണ് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചത്. സ്കൂൾ ഗേറ്റിങ്കൽ സ്കൂട്ടർ നിർത്തിയപ്പോഴേ നന്ദ കണ്ടു.
പറന്നിട്ടെന്നോണം വരുന്നു അഖിൽ. അവന്റെ പിന്നാലെ ഓടുന്ന ഭാവത്തിൽ ആയാസപ്പെട്ടു വരുന്നു അക്കു. അക്കുവിനെ പൊക്കിയെടുത്തവൾ തനിക്ക് മുമ്പിൽ നിർത്തുമ്പോഴേക്കും അഖിൽ പിന്നിൽ അള്ളി പിടിച്ച് കയറി കഴിഞ്ഞിരുന്നു. ബാഗ് രണ്ടുപേരുടെയും തോളത്ത് തന്നെ. അമ്മേ, നവംബർ 14 ഇല്ലേ ശിശുദിനം? ചാച്ചാ നെഹ്റുവിന് ആവേശത്തോടെ പറഞ്ഞു വന്ന അക്കുവിനെ ബാക്കി പറയാൻ നാവ് വഴങ്ങിയില്ല. എടി പൊട്ടി, ചാച്ചാ നെഹ്റുവാ. അഖിൽ തിരുത്തി. ആ, അത് തന്നെ അമ്മേ. അക്കു രക്ഷപ്പെട്ട ഭാവത്തിൽ തുടർന്നു. സെലിബ്രേഷനാ പൊട്ടി, സെലിബ്രേഷനാ. അഖിൽ തിരുത്തി. പൊട്ടിന്ന് വിളിക്കുമോ അമ്മേ ചേട്ടായി? അക്കു പരാതിപ്പെട്ടു. അഖിൽ, നോ, എന്റെ അക്കുക്കുട്ടി പൊട്ടിയല്ലാട്ടോ. അഖിൽ പുഞ്ചിരിയോടെ തലയാട്ടി. എന്നിട്ടൊരു കമന്റും. പറഞ്ഞതൊക്കെ പൊട്ടത്തരാണെന്നേ ഉള്ളൂ. നന്ദ അവന് എന്ന് തോണ്ടിയിട്ട് മിണ്ടണ്ട എന്ന് ആങ്ങി കാട്ടി. അഖിൽ ചിരി അടക്കി. ആ, അമ്മയുടെ മോള് പറ. അമ്മ ചേട്ടായിക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട് മോളെ കളിയാക്കിയതിന്. ശിക്ഷയോ? അക്കുവിന്റെ മുഖം വാടി. എന്നാ ശിക്ഷയാ? ഐസ്ക്രീം പാർലറിലേക്ക് നേരെ നമ്മൾ പോകും. എന്നിട്ടൊരു ചോക്കോ ബാർ വാങ്ങി അഖിലിനങ്ങ് കൊടുക്കും. അതാണ് ശിക്ഷ. നന്ദ ചിരി അമർത്തി. എന്നാ എനിക്കും വേണം. ശിക്ഷയോ? നന്ദ പൊട്ടിച്ചിരിച്ചു. കുട്ടികൾ കൂടെ ചിരിച്ചു. ഐസ്ക്രീം പാർലറിൽ ചോക്കോ ബാറിന് മുമ്പിൽ കുട്ടികളിരുന്നു. നന്ദ ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങി. അത് തീർക്കുന്നതിനിടെ കലവലക്കിടയിൽ അഖിലും അക്കുവും കൂടി കാര്യം പറഞ്ഞു. ശിശുദിനാഘോഷമാണ്. എലിക്യൂഷൻ കോമ്പറ്റീഷൻ, ഇംഗ്ലീഷും മലയാളവും റെസിറ്റേഷൻ, ലൈറ്റ് മ്യൂസിക്, ഗ്രൂപ്പ് സോങ്, ആക്ഷൻ സോങ്, പെയിന്റിംഗ്, എല്ലാവിധ പരിപാടികളുണ്ട്. കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പേരൻസ് കോച്ചിങ് കൊടുത്തു വിടണം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നന്ദ വീട്ടിൽ വന്നതിന് ശേഷം രണ്ടാളിനെയും ടീച്ചേഴ്സ് വിളിച്ചു. 1-2 ഐറ്റംസിലെങ്കിലും പങ്കെടുപ്പിക്കാൻ നന്നായിരിക്കുമെന്നായിരുന്നു അവരുടെ അഭിപ്രായം. സംസാരത്തിന് മിടുക്കിയാണ് അക്കു. എഡ്യൂക്കേഷനോ മറ്റോ പരിശീലിപ്പിച്ചു നോക്കുക. കുട്ടികളുടെ നെഹ്റുവിനെ കുറിച്ച് ഒരു 4-5 വാചകം, അത് മതി. ലൈറ്റ് മ്യൂസിക്കോ റെസിറ്റേഷനോ അതുപോലുള്ള എന്തെങ്കിലും ഐറ്റംസിനും 2 ആളെയും ചേർക്കുക. ടീച്ചേഴ്സിനെ വിളിച്ചതിൽ നിന്ന് നന്ദയ്ക്ക് ഒരു സത്യം കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുട്ടികൾ 2 ആളും കുറച്ചു നാളായി വളരെ ഹാപ്പിയാണ്, ഉത്സാഹ തിമിർപ്പിലാണ്. പഠനത്തിന്റെ കാര്യത്തിലും എടുത്തു പറയത്തക്ക വിധം തന്നെ പുരോഗതിയുണ്ട്. ഒരു കാര്യം കൂടി ടീച്ചേഴ്സ് 2 പേരും എടുത്തു പറഞ്ഞു. തന്നെ കുറിച്ച് പറഞ്ഞാലും മതിവരാത്ത സ്നേഹം 2 ആൾക്കും ഉണ്ടത്രേ. കുട്ടികൾക്ക് താൻ സ്വന്തം അമ്മയാണത്രേ. മരിച്ചുപോയ അമ്മയ്ക്ക് പകരം വന്നതല്ലത്രേ. ടീച്ചേഴ്സിനോട് 2 പേരോട് സംസാരിച്ചു കഴിഞ്ഞതോടെ നന്ദയുടെ മനസ്സ് വല്ലാതെ നിറഞ്ഞു തുളുമ്പി. തന്റെ വഴി തെറ്റായിരുന്നില്ലെന്നുള്ള തിരിച്ചറിവ് അതവളെ ഒരുപാട് സന്തോഷപ്പെടുത്തി. ഹരി വന്നു കഴിഞ്ഞപ്പോൾ നന്ദ വിവരം ഹരിയുടെ മുൻപിൽ അവതരിപ്പിച്ചു. അഖിൽ 3 ഐറ്റംസിന് ചേരുന്നുണ്ട്. ഇംഗ്ലീഷ് ലൈറ്റ് മ്യൂസിക്, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, പെയിന്റിംഗ്, വാട്ടർ കളർ. അക്കുവിന് വേണ്ടത് പ്രസംഗ മത്സരമാണ്. മലയാളത്തിൽ ചാച്ചാ നെഹ്റുവിനെ കുറിച്ച്. നന്ദയും ഹരിയും കൂടി വെട്ടിയും തിരുത്തിയും 4-5 വാചകങ്ങൾ ഉണ്ടാക്കി. അക്കുവിനെ അതൊന്ന് പഠിപ്പിച്ചെടുക്കാൻ നന്ദ ഭഗീരഥ പ്രയത്നം ചെയ്തു. ഒരാഴ്ച കൊണ്ട് അത് പറയാറായി അക്കു. വാക്കുകൾ അവൾ മറക്കും. ഷൂവും ഹ്രവും നാവിന് വഴങ്ങില്ല. ഷായും സായും വരുന്നതൊക്കെ വിഴുങ്ങും. പിന്നെ ശ്വാസമെടുക്കുന്ന ശബ്ദമേ ഉള്ളൂ. വരുന്നത് മറ്റൊരു ശബ്ദവും. എങ്കിലും സാരമില്ല, കുഞ്ഞല്ലേ. മത്സര ദിനത്തിൽ കുട്ടികളോടൊപ്പം നന്ദയും ഹരിയും പോയി. മലയാളം എഡ്യൂക്കേഷൻ അക്കുവിന്റെ പേര് വിളിക്കപ്പെട്ടപ്പോൾ അക്കു നന്ദയുടെ മുഖത്തേക്ക് ദീനമായി നോക്കി. ഒരു സദസ്സിൽ നിൽക്കാനുള്ള ഭയം. അമ്മയും വരാവോ? അമ്മ വരാലോ. നന്ദ തന്നെ അവളെ മൈക്കിന് മുൻപിൽ നിർത്തി. എന്നിട്ട് അക്കുവിന് നല്ലവണ്ണം കാണത്തക്ക വിധം സ്റ്റേജിന് മുമ്പിൽ ഒരു സൈഡിലായി നിന്നുകൊടുത്തു. അക്കുവിന്റെ കണ്ണുകൾ നന്ദയിലായി. മാന്യ സദസ്സിന് നമസ്കാരം. അക്കു കുഞ്ഞു കരം കൂപ്പി. അവൾ അവിടെ നിന്ന് ആടുകയും ഞെളിഞ്ഞു പിരിയുകയും ചെയ്തു. ഉടുപ്പ് പിരിക്കാൻ തുടങ്ങി. എന്നിട്ട് നന്ദ പറഞ്ഞു കൊടുത്ത വാക്കുകൾ കാണാപ്പാട് ഉരുവിട്ടു. ഞാവിടെ പറയുന്ന വിഷയം. അക്കു നിർത്തി, ഒന്ന് ശ്വാസം എടുത്തു. എന്നിട്ട് തുടർന്നു. ദിനത്തെക്കുറിച്ചാണല്ലോ. നവംബർ 14 ശിശുദിനം. ചാച്ചാ നെഹ്റുവിന്റെ ഓർമ്മയ്ക്കാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. ചാച്ചാജിക്ക് കുട്ടികളും പുസ്തകങ്ങളും പൂക്കളും പ്രിയപ്പെട്ടതായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. സദസ്സിൽ കൂട്ടച്ചിരിയും കയ്യടിയുണ്ടായി. അക്കു അതറിഞ്ഞതേയില്ല. കണ്ണുകൾ നന്ദയുടെ മുഖത്ത്, മനസ്സ് നന്ദയുടെ പ്രോത്സാഹനങ്ങളിൽ ചമ്മാതെ നിർത്താതെ. അക്കു മുഴുവനും പറഞ്ഞപ്പോൾ
ഹൃദയവും മിഴികളും തുളുമ്പിയത് നന്ദയ്ക്കാണ്. സ്റ്റേജിൽ കയറി നന്ദ അവളെ കോരിയെടുത്തു. ഹരിയുടെ അരികിലേക്ക് വന്നിരുന്നു. സന്തോഷം പറഞ്ഞറിയിക്കാനാവാതെ നന്ദ അയാളുടെ വലത് കരം പിടിച്ചൊന്നമർത്തി. ഹൃദയം നിറഞ്ഞ ആനന്ദത്തിന്റെ ബഹിർസ്ഫുരണം. അടുത്ത ദിവസം സ്കൂൾ വിട്ട് നന്ദ കുട്ടികളെ കൂട്ടി ശ്രീനിലയത്തിലെത്തുമ്പോൾ ചേച്ചമ്മ പറഞ്ഞു, ഹരിമോൻ വന്നിട്ടുണ്ട്, കിടക്കുക. നന്ദ അങ്ങോട്ട് ചെന്നു. ചേച്ചമ്മ പറഞ്ഞത് ശരിയാണ്, ആൾ കിടക്കുന്നു. അച്ഛാ. അക്കുവും അഖിലും ബെഡിനരികിലേക്ക് ചെന്നു. എന്തു പറ്റി ഹരി, എന്താ കിടക്കുന്നത്? വർക്ക് നേരത്തെ തീർന്നോ? നന്ദയും അയാൾക്കരികിലിരുന്നു. വല്ലാത്തൊരു തലവേദന, അതാണ് പോന്നത്. കിടന്നപ്പോൾ ഒരാശ്വാസം, ഹരി പറഞ്ഞു. ഇപ്പോൾ 2-3 തവണയായല്ലോ ഈ തലവേദന ഉണ്ടാകുന്നത്. എന്താ ഹരിക്ക് ഇങ്ങനെ കൂടെ കൂടെ തലവേദന? പകൽ മുഴുവൻ സൈറ്റിൽ നിന്ന് വെയിൽ കൊള്ളുമല്ലേ, അതാവും. എന്നാലും പലവട്ടം വരുമ്പോൾ സൂക്ഷിക്കണം. അഖിൽ ബാം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞു. ഇതാമേ. നന്ദ അത് വാങ്ങി. ചേട്ടത്തി. നന്ദ ഉറക്കെ വിളിച്ചു. ചേച്ചമ്മ വന്നു. കുട്ടികളുടെ ഉടുപ്പ് മാറ്റി അവർക്ക് ആഹാരം കൊടുക്ക്. ഒരു വീട്ടമ്മയെ പോലെ തന്നെ നന്ദ പറഞ്ഞു. അമ്മ വാ, ചേച്ചമ്മച്ചി വേണ്ട, അക്കു പറഞ്ഞു. അഖിൽ അവളെ ശാസിച്ചു. അച്ഛന് തലവേദനയാന്ന് പറഞ്ഞത് കേട്ടില്ലേ മണക്കൂസെ നീ? അപ്പോഴാ അമ്മയെ വിഷമിപ്പിക്കണേ. നീ വാ, ചേട്ടായി ഉടുപ്പ് മാറ്റാം. നന്ദ ചിരിച്ചു. അക്കുവിനെ അടുത്ത് നിർത്തി ഉമ്മയും നൽകി. ചെല്ല്, ചേട്ടായി ഉടുപ്പ് മാറ്റി തരുമല്ലോ. ചേട്ടായിക്കറിയാം അക്കുമോളുടെ ഉടുപ്പ് മാറ്റാനും ആഹാരം തരാനും ഒക്കെ. ചേട്ടായി മിടുക്കനാ. നന്ദ ചേട്ടത്തിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി. അഖിൽ സന്തോഷം കൊണ്ട് പൊങ്ങി. ഇത്തിരി ബാം കൈവിരലിലെടുത്തു. നന്ദ ഹരിയുടെ നെറ്റിയിൽ പുരട്ടി. കൈവിരൽ കൊണ്ട് നന്നായി അമർത്തി തിരുമി. ഹരി കണ്ണടച്ചു കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ നന്ദ ചോദിച്ചു, ഇപ്പോഴെങ്ങനെയുണ്ട്? നന്ദ തൊട്ടപ്പോഴേ തലവേദന പമ്പ കടന്നു. ഞാൻ പിന്നെ കുറെ നേരം അങ്ങനെ ചുമ്മാ കിടന്നതല്ലേ. ഹരി ചിരിച്ചു. എന്നെ അങ്ങനെ സുഖിപ്പിക്കല്ലേ. സത്യം പറയേ, എങ്ങനെയുണ്ട് തലവേദന? ലേശം ആശ്വാസമുണ്ട്. ഞാനൊന്ന് ഉറങ്ങാൻ നോക്കുകയാണ്, അപ്പോ ആശ്വാസം കിട്ടും. നല്ല ആളാ. തലവേദന എന്ന് തോന്നിയാൽ ഒരു ഡോക്ടറെ കാണുന്നതിന് പകരം നേരെ ഇങ്ങ് പോരും. ഉറങ്ങിയാൽ മതിയത്രേ. അതെന്ത് തലവേദനയാണ്? അതങ്ങനെ അങ്ങനെ വേണ്ട, എണീക്ക്. ഡോക്ടറെ കാണണം ഇപ്പോൾ. ഇപ്പോഴോ? എന്താ? ഇപ്പോൾ പോകണോ? ഉറങ്ങിയാ പോരെ? മടിയൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ പോകണം. കാരണം ഞാൻ വന്നതിൽ പിന്നെ 3-ാം തവണയാണ് ഈ തലവേദന. ഇത് പറ്റില്ല. നന്ദ വരും മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഞാനാണ് ഈ തലവേദനയ്ക്ക് കാരണം. നന്ദ ഊറിച്ചിരിച്ചു. ഛേ, അങ്ങനെ പറഞ്ഞു ഞാൻ. എന്നാൽ എണീക്ക്. കാർ ഓടിക്കാൻ ഇന്നിനി വയ്യ നന്ദ. വേണ്ട, നന്ദ പറഞ്ഞു. എന്റെ സ്കൂട്ടർ ഉണ്ടല്ലോ. സ്കൂട്ടർ ഓടിക്കാനും വയ്യ, ഹരി മടിയോടെ പറഞ്ഞു. വേണ്ട, ഞാൻ ഓടിക്കാലോ. ഹരി എന്റെ പിന്നിലിരിക്കുന്നു. കെട്ടിപ്പിടിച്ച് ഹരി ചിരിയോടെ കുസൃതി ചോദിച്ചു. അത് വേണോ? സ്കൂട്ടറിൽ കയറിയാൽ പിന്നിലിരിക്കുന്ന ആൾ പിന്നെ എന്താ ചെയ്യുക? തോളത്ത് കൈവെക്കും, അത് മതി. നന്ദ ഉണ്ണികൃഷ്ണന്റെ പിന്നിലിരുന്ന് പോയപ്പോൾ അങ്ങനെയായിരുന്നോ? നന്ദ ഹരി ഒന്ന് നോക്കി. അല്ല, ഹരി ചമ്മി. ഒന്നറിയാനായിരുന്നു. എങ്ങനെയിരുന്നു, എങ്ങനെ പിടിച്ചു എന്ന് ആദ്യം ചോദിക്കും. പിന്നെ അതെങ്ങനെയെന്ന് ഒന്ന് കാണിച്ചു തരാൻ പറയും. എന്നിട്ട് നന്ദ നിർത്തി. ഹരി കൂടുതൽ ചമ്മി. നന്ദ അത്രയും കടത്തി പറയൂ എന്നയാൾ കരുതിയില്ല. ആ ചമ്മൽ കണ്ട് നന്ദ ഉറക്കെ ചിരിച്ചുപോയി. കൂടെ ഹരിയും. എണീക്ക്, നമുക്ക് പോകാം. ഡോക്ടറെ ഉടനെ കണ്ട് മരുന്ന് വാങ്ങാം, നന്ദ പറഞ്ഞു. പോകാതെ സമ്മതിക്കില്ലല്ലോ. ഇല്ല, നന്ദ തീർത്ത് പറഞ്ഞു. ഹരി മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റു. അക്കൂനെ കഴിഞ്ഞു ഷാട്ടിയായത് കേട്ടോ. എന്താ സംശയം? അക്കൂന്റെ അമ്മയല്ലേ ഞാൻ. നന്ദ തിരിച്ചടിച്ചു. ഇരുവരും ഇറങ്ങി. ചേട്ടത്തി, ഞങ്ങൾ ഉടനെ വന്നേക്കാം, നന്ദ വിളിച്ചു പറഞ്ഞു. അവൾ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി കയറിയിരുന്നു. ഞാൻ ഓടിക്കാൻ നന്ദ. ഹരി തയ്യാറായി. എന്തേ, എന്റെ പെന്നിലെഴുതാൻ നാണക്കേടാണോ? ഹേയ്, എന്നാൽ ഞാൻ തന്നെ ഓടിക്കുന്നു. ഹുവേ, വിധേയത്വം ഭാവിച്ച് ഹരി പിന്നിൽ കയറിയിരുന്നു. നന്ദയുടെ തോളത്ത് പിടിക്കാതെ തന്നെ. പക്ഷേ നന്ദയുടെ ദേഹത്തോട് പറ്റിച്ചേർന്നിരുന്നു അയാൾ. എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇരുന്ന ഉണ്ണികൃഷ്ണൻ ആ കാഴ്ച കണ്ട് സ്തംഭിച്ചുപോയി. അയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഉച്ചത്തിൽ പറഞ്ഞു, നിർത്ത്. ഡ്രൈവർ വണ്ടി നിർത്തി. ഉണ്ണികൃഷ്ണൻ തല പിന്നിലേക്കിട്ട് നോക്കി. പാസ് ചെയ്തു പോകുന്ന സ്കൂട്ടർ അകലെ എത്തിയിരുന്നു. റാസ്കൽ അവളുടെ ദേഹത്തേക്ക് ചാരിയിരിക്കുന്നു. കൊല്ലേണ്ടത് അവനെയാണ്, ആ റാസ്കലിനെ. ഉണ്ണികൃഷ്ണൻ പല്ല് ഞെരിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് 2 ആഴ്ചയായിട്ടും തന്റെ മുറിക്കുള്ളിൽ കഴിയുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഓഫീസിൽ നിന്ന് ലീവ് നീട്ടിയെടുത്തു. സ്വന്തം മുറിയിൽ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ കിടക്കും, ചിലപ്പോൾ ചുറ്റി നടക്കും.
ഈശ്വരി നിർബന്ധിച്ചാൽ ആഹാരത്തിന് മുൻപിൽ വന്നെന്നിരിക്കും. ഈ നടപ്പും ഇരിപ്പും മടുത്തെന്ന് തോന്നിയപ്പോൾ അയാൾ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. ബൈക്ക് എടുക്കാതെ പോയതിനാൽ കുറേ ദൂരം നടന്നു മടുത്തപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയത്. ഒരു ലക്ഷ്യവുമില്ലാത്ത യാത്ര. പക്ഷേ ഇതാ ലക്ഷ്യം. ഉണ്ണികൃഷ്ണൻ തരിച്ചിരുന്നു. ഇതായിരുന്നു തന്റെ ലക്ഷ്യം. ഉണ്ണികൃഷ്ണൻ ഹരിയെ ആദ്യമായി കാണുകയായിരുന്നു. തരക്കേടില്ല. സുന്ദരൻ, പണക്കാരൻ, കാറുണ്ട്, വലിയ ബംഗ്ലാവുണ്ട്. മതിമറന്ന് പോയിരിക്കുന്നു അവൾ. കണ്ടില്ലേ പോക്ക്, മുട്ടി ഇരുമി ഇരുന്നിട്ട്. ഛേ ഛേ, നന്ദ ഒരു മഹാ അപരാധമാണ് ചെയ്തതെന്ന് ഉണ്ണികൃഷ്ണന് തോന്നി. 4 വർഷം ഈ നെഞ്ചിലുരുമ്മി ഒട്ടിച്ചേർന്നിരുന്നവൾ, ഈ ശരീരത്തിൽ ഒട്ടിക്കിടന്നിരുന്നവൾ, തന്റെ നിശ്വാസം ഏൽക്കാതെ ഉറങ്ങാനാവില്ലെന്ന് മൊഴിഞ്ഞവൾ, ഇന്ന് അതേപോലെ മറ്റൊരുവന്റെ നെഞ്ചിൽ കിടക്കയിൽ അവന്റെ ചെവിയിലും അവൾ മൊഴിയും, നിന്റെ നിശ്വാസമില്ലാതെ എനിക്ക് ഉറക്കമില്ല എന്ന്. വഞ്ചകി. കൊല്ലേണ്ടത് അയാളെയല്ല. അയാൾ നിരപരാധി, തന്നെ പോലെ വഞ്ചിക്കപ്പെട്ടവൻ. അവളെ തന്നെയാണ് കൊല്ലേണ്ടത്. ഉണ്ണികൃഷ്ണന്റെ മനസ്സങ്ങനെ തിളച്ചു. സാറേ, വണ്ടി നിർത്തിയിട്ട് കുറേ സമയമായി. ഇതെന്താ, എങ്ങോട്ടും പോകണ്ടേ? പുറകോട്ട് തിരിഞ്ഞു നോക്കി ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു. ഞെട്ടിയതുപോലെ ഉണ്ണികൃഷ്ണൻ അയാളെ നോക്കി. വന്ന വഴിക്ക് തന്നെ വണ്ടി തിരിച്ചു വിട്ടോ? ഡ്രൈവർ നെറ്റി ചുളിച്ചു. അതെന്താ സാറേ, എങ്ങും പോകണ്ടേ? അതെന്തിനാ താൻ അറിയുന്നത്? ഉണ്ണികൃഷ്ണന് ദേഷ്യം വന്നു. മടക്ക യാത്രയാന്ന് കരുതിയിട്ടാണോ? വിഷമിക്കണ്ട, പറയുന്ന കാശ് തന്നേക്കാം, പോരെ? ഡ്രൈവർ എന്തോ പിറുപിറുത്തു. എന്നിട്ട് വണ്ടി വന്ന വഴിക്ക് തന്നെ വിട്ടു. ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെ മുൻപിലെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ ഡ്രൈവറോട് പറഞ്ഞു, നിർത്ത്. അയാൾ ഓട്ടോ നിർത്തി. ഉണ്ണികൃഷ്ണൻ കണ്ടു ഗേറ്റിനുള്ളിൽ സൈഡ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന നന്ദയുടെ കൈനറ്റിക് ഹോണ്ട. നമ്പർ ഹൃദയത്തിലുള്ളത് കൊണ്ട് മിന്നായം പോലെയാണ് കണ്ടതെങ്കിലും ഉണ്ണികൃഷ്ണൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അത്. ഓട്ടോ ഡ്രൈവർക്ക് പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിട്ടു. അയാൾ മനസ്സിൽ പറഞ്ഞു, വട്ട് തന്നെ. ഉണ്ണികൃഷ്ണൻ അയാളെ ശ്രദ്ധിച്ചതേയില്ല. ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലേക്കും കൈനറ്റിക് ഹോണ്ടയിലേക്കും നോട്ടം കിട്ടത്തക്ക വിധം അയാൾ അല്പം നീങ്ങി മറഞ്ഞു നിന്നു. ഡോക്ടർ ജെയിംസ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല, ലീവിലായിരുന്നു. പീഡിയാട്രീഷ്യനാണ് ഡോക്ടർ ജെയിംസ്. എങ്കിലും എല്ലാവരെയും അദ്ദേഹം പരിശോധിക്കുകയും രോഗനിർണയം നടത്തുകയും ചെയ്യും. കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, തനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാലും ഹരി കാണുക ഡോക്ടർ ജെയിംസിനെയാണ്. അതാണ് അയാൾക്ക് ഇഷ്ടവും. ഡോക്ടർ ജെയിംസ് ഇല്ല എന്നറിഞ്ഞപ്പോഴേ ഹരി മടങ്ങാനൊരുങ്ങി. നന്ദ സമ്മതിച്ചില്ല. മറ്റൊരു ഡോക്ടറെ കണ്ടേ അവൾ പോരൂ. തലവേദനയല്ലേ, എന്തായാലും മരുന്ന് വാങ്ങിയേ പറ്റൂ. ഡോക്ടർ നരേന്ദ്രനെ കണ്ടു. പരിശോധനയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. സൈറ്റിലല്ലേ വർക്ക്, കുറച്ച് ദിവസത്തേക്ക് വെയിൽ കൊള്ളാതെ നോക്കുക. ഈ മരുന്ന് കഴിച്ച് നല്ലവണ്ണം ഉറങ്ങുക. കുറവില്ലെങ്കിൽ വരണം, ഡോക്ടർ നരേന്ദ്രൻ പറഞ്ഞു. മരുന്ന് വാങ്ങി ഇരുവരും ഇറങ്ങി. തിരികെ മുറ്റത്ത് എത്തിയപ്പോൾ ഹരി പറഞ്ഞു. അയാൾ ഏറെ സന്തോഷവാനായിരുന്നു. ഇനി ഞാൻ ഡ്രൈവർ. നന്ദ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു ചമ്മലുണ്ടായിരുന്നു ഇങ്ങോട്ട് പോരുമ്പോൾ അല്ലേ? സത്യം, അയാൾ സമ്മതിച്ചു. ഹരി വണ്ടി സ്റ്റാർട്ടാക്കി. നന്ദ പിന്നിലിരുന്നു. ഹരിയും നന്ദയും പാസ് ചെയ്തു പോയത് ഉണ്ണികൃഷ്ണൻ മറഞ്ഞു നിന്നിരുന്ന ചെറിയ മുറുക്കാൻ കടയ്ക്കുള്ളിൽ കൂടി തന്നെയാണ്. അയാൾക്ക് പിന്നിൽ അതാ അവൾ സന്തോഷവതിയായിട്ട്. ഉണ്ണികൃഷ്ണന്റെ നെഞ്ചിൽ വീണ്ടും കനലെരിയാൻ തുടങ്ങി. അയാൾ വീട്ടിലെത്തി. മുകുന്ദന് മുൻപിൽ നിന്നു. നന്ദ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. കുറെ ഉണങ്ങിയ തേങ്ങ ഉണ്ടായിരുന്നത് ഉടച്ച് കൊപ്രയാക്കാൻ മുറ്റത്തിട്ടിരിക്കുന്നത് ഒരു ചാക്കിനുള്ളിലേക്ക് പെറുക്കിയിടുകയായിരുന്നു അയാൾ. ആട്ടിയാൽ നല്ല എണ്ണ കിട്ടുമല്ലോ. മകന്റെ ചോദ്യം കേട്ടപ്പോൾ അമ്പരപ്പോടെയാണ് അയാൾ അവനെ നോക്കിയത്. എന്തിനാ ഉണ്ണി ഇനിയിപ്പോ അവളുടെ താമസ സ്ഥലം അന്വേഷിക്കുന്നത്? കൊപ്ര പെറുക്കിക്കൊണ്ടിരുന്ന ഈശ്വരി ചോദിച്ചു. വേണം, ആവശ്യമുണ്ട്, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അയാളുടെ മുഖം കല്ലിച്ചിരുന്നു. എനിക്കറിയില്ലടാ, മുകുന്ദൻ പറഞ്ഞു. നന്ദയുടെ താമസ സ്ഥലം അറിഞ്ഞിട്ട് എന്താ കാര്യം? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കണോ? ഈശ്വരി ചോദിച്ചു. ഇതുവരെ ചത്തട്ടില്ലല്ലോ, അപ്പൊ പിന്നെ നോക്കുന്നതിൽ എന്താ തെറ്റ്? ഉണ്ണികൃഷ്ണൻ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കടന്നു. മുകുന്ദൻ ഈശ്വരിയെ നോക്കി. അവൻ പറഞ്ഞത് കേട്ടോ നീ? ആ, വിഷമത്തോടെ അവർ മൂളി. എന്തിനാണ് അവൻ നന്ദയുടെ വീട് ചോദിച്ചത്? എന്താ പ്ലാൻ? ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞില്ലേ കൊല്ലുമെന്ന്, അതാണോ? ഈശ്വരിക്ക് ഭീതിയായി. ഹേയ്, അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യുമോ? അതിനവന് കഴിയൂ? മുകുന്ദൻ നെറ്റി ചുളിച്ചു. കഴിയും. മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ സ്വയം പറഞ്ഞു. കഴിയണം, കൊല്ലാൻ കഴിയണം. അവളുടെ ആ പോക്ക്, ആ സന്തോഷം, അത് വേണ്ട. അങ്ങനെ അവൾ മാത്രം സന്തോഷിക്കണ്ട. തന്നെ ഈ നടുക്കടലിൽ തള്ളിയിട്ടിട്ട് കൊണ്ട് അവൾ അങ്ങനെ സൂഹിക്കണ്ട. അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കണം. അവൾ തന്നെ എപ്പോഴോ പറഞ്ഞിട്ടുള്ളത് ഓർത്തു. അങ്ങനെ തന്നെ
അന്ത്യം എന്നായിരിക്കണം എന്നതിന് കൃത്യതയില്ലല്ലോ. ഇന്നോ നാളെ ആയാലും ഒരുമിച്ച് തന്നെ അന്ത്യം. അത് മതി. ഉണ്ണികൃഷ്ണൻ അങ്ങനെ തന്നെ ഉറച്ചു. ഒരുമിച്ചൊരന്ത്യം. 2 ദിവസം കൂടി ഉണ്ണികൃഷ്ണൻ മുറിക്കുള്ളിൽ കഴിഞ്ഞു. 3-ാം ദിവസം അയാൾ രാവിലെ അതുവരെ ശ്രദ്ധയില്ലാതെ മുഖത്ത് വളരാൻ അനുവദിച്ചിരുന്ന ദീക്ഷയൊക്കെ വടിച്ചു വൃത്തിയാക്കി അയൺ ചെയ്തെടുത്ത വടിവാർന്ന പാൻസും ഷർട്ടും ധരിച്ചു മിടുക്കനായി ഇറങ്ങി. നീ എവിടെ പോകുന്നടാ? മുകുന്ദൻ ചോദിച്ചു. ഓഫീസിലേക്കാ? അല്ല പിന്നെ മരിക്കാൻ. ഇനി ബാക്കി അതോടല്ലേ ഉള്ളൂ, നടത്തിയേക്കാം. ഉണ്ണി, ഈശ്വരി വേഭതോടെ വിളിച്ചു. എന്താടാ പൊന്നുമോനെ ഇതൊക്കെ? പൊന്നുമോൻ, ഉണ്ണികൃഷ്ണൻ പരിഹാസത്തോടെ ചിരിച്ചു. പൊന്നുമോൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്താടാ? ഒരു മക്കളെയും ഇത്രയധികം അങ്ങ് സ്നേഹിച്ച് കൊല്ലരുത്, ഒരു തന്തയും തള്ളയും. മുകുന്ദനും ഈശ്വരിയും തരിച്ചു നിന്നുപോയി. ഉണ്ണികൃഷ്ണൻ ബൈക്കിരിക്കുന്നിടത്തേക്ക് ചെന്നു. വളരെ നാളുകൾ കൂടിയായിരുന്നു അയാൾ അതിനടുത്തേക്ക് ചെല്ലുന്നത്. ബൈക്കിൽ കയറിയിരുന്ന് അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ വണ്ടി ഓഫ് ചെയ്തിറങ്ങി. തിരികെ അത് സ്റ്റാൻഡിൽ വെച്ചിട്ട് നടന്നു. വണ്ടി വേണ്ട, ഇതില്ലാത്തത് തന്നെയാണ് തൽക്കാല സുരക്ഷിതം. മകൻ ഗേറ്റ് കടന്ന് മറയുന്നത് നോക്കി നിൽക്കെ മുകുന്ദന് ഉള്ളിൽ ആദി പെരുത്തു. ചാകാൻ പോകുന്നു എന്നവൻ പറഞ്ഞു. പക്ഷെ അത് സത്യമല്ല. ഷേവ് ചെയ്ത് ഭംഗിയായി ഡ്രസ്സും ധരിച്ചിട്ടാണോ ചാകുന്നത്? അതല്ല, ഉദ്ദേശം മറ്റോ എന്തോ ആണ്. എന്തോ തീരുമാനിച്ചുറച്ച മുഖഭാവമാണത്. നന്ദയെ കൊല്ലുമെന്ന് അവൻ പറഞ്ഞു. ഉണ്ണികൃഷ്ണന്റെ ഓരോ ചലനത്തിലും എന്തോ ദുരൂഹതയുണ്ടെന്ന് മുകുന്ദനും ഈശ്വരിയും ഭയപ്പെടുന്നുണ്ട്. സംസാരം തന്നെ ഇല്ലാത്തതിനാൽ എന്താണെന്ന് പിടികിട്ടുന്നില്ല. അതാണ് മുകുന്ദൻ നേരെ ഉണ്ണികൃഷ്ണന്റെ മുറിക്കുള്ളിലേക്ക് ചെന്നു. ശക്തമായൊരു നടുക്കത്തിൽ അയാൾ നിന്നുപോയി. ഈശ്വരി, അയാൾ ഉറക്കെ വിളിച്ചു. ഈശ്വരി ഓടി വന്നു. അവർ കണ്ടു ഉണ്ണികൃഷ്ണന്റെയും നന്ദയുടെയും വിവാഹത്തിന്റെ ആൽബം പിച്ചി കീറി ചിതറിയിട്ടിരിക്കുന്നു. അതിനിടയിൽ വിവാഹത്തിന്റെ വീഡിയോ കാസറ്റും ഉണ്ട്. അതും ചിതറിയ മട്ടിലാണ്. ഉണ്ണികൃഷ്ണന്റെ മനസ്സാണോ ആ ചിതറിക്കിടക്കുന്നത്, അതോ ശരീരമോ? മുകുന്ദനും ഈശ്വരിയും ഭീതിയോടെ പരസ്പരം നോക്കി. ഇറങ്ങിപ്പോയ മകന്റെ ഉള്ളറിയാനാകാതെ മുകുന്ദൻ ആകെ പരിഭ്രാന്തനായി. ഇല്ല, തന്റെ ഉള്ള ആരും അറിയണ്ട, ആരും അറിയരുത്. ഉണ്ണികൃഷ്ണന്റെ ഉദ്ദേശവും അതായിരുന്നു. അയാൾ ടൗണിലെത്തി. നന്ദയുടെ സ്കൂൾ ഗേറ്റിങ്ങിനെതിരെ ബാങ്ക് കെട്ടിടത്തിനുള്ളിൽ പഴയതുപോലെ മറഞ്ഞു നിന്നു. നന്ദ കൈനറ്റി ഹോണ്ടയിൽ വന്ന് സ്കൂളിനുള്ളിലേക്ക് പോകുന്നു. അയാൾ കൂടെയില്ല. ഉണ്ണികൃഷ്ണൻ 3 മണിവരെ ടൗണിൽ ചുറ്റിയടിച്ച് നടന്നു. പിന്നെ തിരിച്ചു വീണ്ടും പഴയ സ്ഥാനത്തെത്തി നിന്നു. നന്ദയുടെ വണ്ടി മടങ്ങി വരുന്നു. വഴിയിലേക്ക് ഇറങ്ങി പോകുന്നു. ഉണ്ണികൃഷ്ണൻ പുറത്തിറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ നന്ദയെ അനുഗമിച്ചു. കുറെ ചെന്നപ്പോൾ നന്ദ മറ്റൊരു സ്കൂളിന്റെ ഗേറ്റിങ്ങിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി. ഉണ്ണികൃഷ്ണൻ ഓട്ടോ നിർത്തിച്ച് കാത്തിരുന്നു. നന്ദയും 2 കുട്ടികളും മടങ്ങി വരുന്നു. നന്ദ അവരോട് സംസാരിക്കുന്നു, ചിരിക്കുന്നു. അവരും ചിരിക്കുന്നു. മെനഞ്ഞാന്ന് കണ്ടപ്പോഴും രാവിലെ കണ്ടപ്പോഴും ഉണ്ണികൃഷ്ണന് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. നന്ദ അതീവ സന്തോഷവതിയാണെന്നത്. ഒരുപക്ഷെ തന്നോടൊപ്പം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ സന്തോഷവതി. അയാളെ അത് വല്ലാതെ അലോസരപ്പെടുത്തി. ഞരമ്പുകളെ വരിഞ്ഞു മുറുക്കി. പിശാജ്, വഞ്ചകി. ഉണ്ണികൃഷ്ണന്റെ നെഞ്ചിനുള്ളിൽ ദേഷ്യവും പകയും കടലോളം ആർത്തിരമ്പി. നന്ദയും കുട്ടികളും ശ്രീനിലയത്തിലേക്ക് കയറുന്നത് അകലെ നിന്ന് ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ചു. വീട് നോക്കി വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ ഓട്ടോറിക്ഷയിൽ തന്നെ മടങ്ങി. മടക്ക യാത്രയിൽ അയാൾ ശക്തമായി തന്നെ ആലോചിച്ചു. എങ്ങനെ കൊല്ലണോ അവളെ? കഴുത്ത് ഞെരിച്ചിട്ടോ? അതാണ് വേണ്ടത്. ശ്വാസം തള്ളി കണ്ണുകൾ തുറപ്പിച്ച് കൊല്ലണം. അതോ ഒരൊറ്റ കുത്തിന് ഹൃദയം ഇങ്ങ് വലിച്ചു പറിച്ചെടുക്കണോ? എവിടെ വെച്ച് കൊല്ലണം? ഈ വീട്ടിൽ ചെന്നിട്ടോ? അവിടെ ആരൊക്കെയുണ്ട്? അതെങ്ങനെ അറിയും? വഴിയിൽ വെച്ചോ, സ്കൂളിന് മുൻപിൽ വെച്ചോ, സ്കൂളിനുള്ളിൽ വെച്ചോ ഒന്നും പറ്റില്ല. പാളിപ്പോയേക്കും. പൊതുജനം ചുറ്റിനുമുണ്ടാകും. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് തന്നെ മതി. കഴുത്ത് ഞെരിക്കുന്നതിനേക്കാൾ എളുപ്പം കത്തിയാണ്. സകല ശക്തിയെ സംഭരിച്ച് 2 കൈകളും കൊണ്ട് ആഞ്ഞൊരൊറ്റ കുത്ത്. ഹൃദയം പിളർന്ന് മലർക്കണം. മതി, അത് മതി. പിന്നെ ജീവൻ ഉണ്ടായിട്ട് വേണ്ടേ അവന്റെ കൂടെ കഴിയാനും സന്തോഷിക്കാനും? അപ്പോൾ അങ്ങനെ തന്നെ. ഉണ്ണികൃഷ്ണൻ ടൗണിലിറങ്ങി ഒരു കടയിൽ കയറി അതിസൂക്ഷ്മതയോടെ നോക്കി ഒരു കത്തി സെലക്ട് ചെയ്തു. ഒറ്റ കുത്തിന് വജ്രം പോലും മുറിയാൻ പാകത്തിൽ മൂർച്ചയുള്ള ഒരു ഘടാര. വൈകുന്നേരം നന്ദ കുട്ടികൾക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതിനിടയിൽ അഖിൽ പെയിന്റ് ചെയ്തൊരു ചിത്രം നന്നായൊന്ന് നോക്കണം. കുറെ തെങ്ങും മാവും പ്ലാവും പെട്ടി പോലൊരു വീടും അതിനകത്തായി മുട്ട പോലൊരു കാറും ഒക്കെ അവന്റെ ചിത്രത്തിലുണ്ട്. ശരിയായിട്ടില്ലെങ്കിലും
നല്ല ഭാവനയും കലാബോധവും അവന്റെ ഉള്ളിലുണ്ടെന്ന് നന്ദ അറിഞ്ഞു. അതിന്റെ പോരായ്മ പറയുമ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. നന്ദ ചെന്ന് വാതിൽ തുറന്നു. മുകുന്ദൻ. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു നന്ദയ്ക്കത്. സ്തംഭിച്ച് വായ് പിളർന്നു നിന്നുപോയി അവൾ. അച്ഛൻ. നന്ദയ്ക്ക് തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നു. ഇവിടെ. മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. മുകുന്ദനും തൊണ്ട നനച്ച് ശബ്ദം വീണ്ടെടുത്ത് പറഞ്ഞു. വരൂ അച്ഛാ, ഇരിക്കൂ. നന്ദ അകത്തേക്ക് ക്ഷണിച്ചു. സെറ്റി ചൂണ്ടിക്കാട്ടി മുകുന്ദൻ കയറിയിരുന്നു. അഖിലും അക്കുവും മുകുന്ദനെ നോക്കി. അച്ഛാ. നന്ദ അവരെ പിടിച്ച് മുകുന്ദന്റെ മുമ്പിൽ നിർത്തി. ഇതാണ് എന്റെ മക്കൾ. മക്കളെ, ഇത് നിങ്ങളുടെ മുത്തശ്ശൻ. നന്ദ അവരോട് പറഞ്ഞു. മുകുന്ദൻ അക്കുവിനോടും അഖിലിനോടും വാത്സല്യത്തോടെ കുശലങ്ങൾ ചോദിച്ചു. നന്ദ അകത്ത് ചെന്ന് മുകുന്ദന് വേണ്ടി ചായയുമായി വരുമ്പോഴേക്കും ഹരിയുടെ കാർ മുറ്റത്തെത്തി. അകത്തേക്ക് വന്ന ഹരിയോട് അഖിൽ പറഞ്ഞു. അച്ഛാ, ദാ മുത്തശ്ശൻ. മുത്തശ്ശനോ? ഹരി അപരിചിതത്വത്തോടെ നോക്കി. മുകുന്ദന് ചായ കൊടുത്തുകൊണ്ട് നന്ദ പറഞ്ഞു. ഉണ്ണിയേട്ടന്റെ അച്ഛനാ ഹരി. ഹരിയുടെ മുഖത്ത് പെട്ടെന്ന് കാർമേഘ ഉരുണ്ടുകൂടുന്നത് നന്ദ കണ്ടു. അയാൾക്ക് തോന്നി വല്ലാതെ തലവേദനിക്കുന്നുവെന്ന്. ആ, കണ്ടതിൽ സന്തോഷം. ഹരി മുകുന്ദന് കൈ കൊടുത്തു. നിങ്ങൾ സംസാരിക്കേ, ഞാനിതാ വരുന്നു. അത്രയും പറഞ്ഞ് ഹരി അകത്തേക്ക് നീങ്ങി. നന്ദ ഒരു നിമിഷം വിഷമത്തോടെ നിന്നു. പിന്നെ ഹരിക്ക് പിന്നാലെ ചെന്നു. ഹരി കിടക്കുകയാണ്. പിന്നെയും തലവേദന വന്നോ ഹരി? നന്ദ ചോദിച്ചു. സാരമില്ല, ഗസ്റ്റ് വന്നത് കണ്ടില്ലേ നന്ദ. പ്ലീസ് ക്യാരി ഓൺ, ഡോണ്ട് ഡിസ്റ്റർബ് മീ. അയാളുടെ സ്വരം തെല്ല് പരുഷമായി. നന്ദയ്ക്ക് മനസ്സിലായി മാറ്റത്തിന്റെ കാരണം. അവൾ തിരിച്ചു പോന്നു. മുകുന്ദൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ചായ അതേപടി ടീപ്പോയിന്മേൽ ഇരിക്കുന്നു. അച്ഛൻ ചായ കുടിച്ചില്ലല്ലോ? നന്ദ പറഞ്ഞു. ഞാൻ വന്നത് ബുദ്ധിമുട്ടായി അല്ലേ മോളെ? അത് അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഹരിക്ക് തലവേദന പതിവാണ്. മുകുന്ദൻ മ്ലാനതയുടെ വാതുക്കലേക്ക് നീങ്ങി. അച്ഛൻ വന്നത് പറഞ്ഞല്ലോ മോളെ ഒന്ന് കാണാനാണെന്ന്. കണ്ടു, ഇനി പോവാ. വെറുതെ ഒന്ന് കാണാൻ മാത്രമാണോ അച്ഛൻ വന്നത്? നന്ദ ചോദിച്ചു. മുകുന്ദന്റെ മുഖത്ത് ദീനത പരന്നു. ഉണ്ണി നിന്നെ കൊല്ലാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു. അതിനുവേണ്ടി അവനൊരു വലിയ കത്തി വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. നീ സൂക്ഷിക്കണം മോളെ. മുകുന്ദന് പറയാനുള്ളത് ഇതാണ്. അതിനാണ് വന്നത്. പക്ഷേ പറയാനാവുന്നില്ല. ശബ്ദം തൊണ്ടയിൽ തടഞ്ഞിരിക്കുന്നു. പറഞ്ഞത് ഇങ്ങനെ. നിന്നോട് മാപ്പ് ചോദിക്കണമെന്ന് തോന്നി മോളെ, അതുകൊണ്ടാ വന്നത്. എന്താ അച്ഛാ ഇത്? മാപ്പ് ചോദിക്കാനോ? നിന്നോട് ഞാൻ അത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല അച്ഛാ. അച്ഛൻ മകന്റെ നന്മ ആഗ്രഹിച്ചു, അതിലെന്താ തെറ്റ്? പക്ഷേ നന്മ ആഗ്രഹിച്ച് ഞാൻ ചെയ്തതൊക്കെ എന്റെ മകന് ദ്രോഹമായി തീർന്നു. നന്ദ നിസ്സഹായതയോടെ നോക്കി. അതെ മോളെ, എന്റെ മകനെ എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ കരയുന്നു. അതിനല്ലേ ഞങ്ങളുടെ വിധി. എന്നെ അവളെ അവൻ വെറുക്കുന്നു. ഞങ്ങളാണിപ്പോൾ അവന്റെ ശത്രു. ദീർഘമായൊരു നിശ്വാസത്തോടെ മുകുന്ദൻ ചോദിച്ചു. ഒരു സത്യം പറയട്ടെ മോളെ. നന്ദ നോക്കി. നീ മറ്റൊരു വിവാഹത്തിന് എന്തെങ്കിലും തയ്യാറാകുമെന്ന് അവൻ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. ഞാനും. നന്ദ സ്തബ്ധയായി നിന്ന് മുകുന്ദനെ നോക്കി. നീ തിരിച്ചു വരുമെന്ന് തന്നെ അവൻ വിശ്വസിച്ചു. ഒടുവിൽ ഞാൻ തന്നെ പറഞ്ഞു നിന്നെ വിളിച്ചുകൊണ്ടുവരാൻ. എന്റെ മോൻ പറന്നാണ് അറക്കലെത്തിയത്. എന്റെ ഈശ്വര എന്ന് നന്ദ അന്താളിച്ചു. എന്നിട്ട് താനതറിഞ്ഞില്ലല്ലോ. പക്ഷേ ഞാനും എന്റെ മകനും വൈകി പോയിരുന്നു. അവൻ അറക്കലെത്തുമ്പോൾ നന്ദ പുതിയ ജീവിത കരാറിൽ ഒപ്പിടുകയായിരുന്നു. നന്ദയ്ക്ക് ചുറ്റും ഒരു പെരുമ്പറ മുഴങ്ങി. എന്റെ മകനെ എനിക്ക് ആ നിമിഷം മുതൽ നഷ്ടപ്പെട്ടു തുടങ്ങി മോളെ. എന്റെ സ്വാർത്ഥ മോഹം വരുത്തി വെച്ച വിന ഞാൻ തന്നെ അനുഭവിക്കണം. എന്നാലും നിന്നോടിതൊന്ന് ഏറ്റു പറയാതെ മരിക്കേണ്ടി വന്നാൽ എന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല മോളെ. അതാണ് വന്നത്. ഇനി പോട്ടെ. വന്ന കാര്യം പറയാൻ നാവ് വഴങ്ങാതെ മറ്റെന്തൊക്കെയോ പറഞ്ഞിട്ട് തിങ്ങി നിറയുന്ന ശ്വാസം തള്ളലോടെ മുകുന്ദൻ ഇറങ്ങി. നെഞ്ച് നിറയുന്ന വേദന കൊണ്ട് അയാൾക്ക് കരയണമെന്ന് കൂടി തോന്നി. സ്തംഭിച്ചു നിന്ന നന്ദ കണ്ടു. സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾ കണ്ണു തുടയ്ക്കുന്നത്. അയാൾക്ക് കൊണ്ടുവന്ന് വെച്ച ചായ കപ്പിൽ അതേപടി ഇരിക്കുന്നു. തളർന്ന് കാൽപാദം തൂങ്ങുന്നതും ശരീരത്തിന്റെ ഭാരം താങ്ങാനാവാതെ പാദം വിറകൊള്ളുന്നതും നന്ദ അറിഞ്ഞു. പിന്നിലെ സെറ്റിയിലേക്ക് അവൾ ഇരുന്നു പോയി. അപ്പോൾ ഉണ്ണേട്ടൻ എന്ന അസുഖം വന്നതിന്റെ പിൻചരിത്രം ഇതാണല്ലേ. ഈശ്വര, തന്നെ പ്രതീക്ഷിച്ചുവെന്ന്, തിരിച്ചു ചെല്ലുമെന്ന്. തിരിച്ചു ചെല്ലാനല്ലേ താൻ കാത്തിരുന്നത്? ഓരോ നിമിഷവും ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? ഒരൊറ്റ കോൾ പറന്ന് ചെല്ലുമായിരുന്നല്ലോ താനും. ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇപ്പോഴെന്തിനിങ്ങനെയൊക്കെ? നന്ദ. തൊട്ടു പിന്നിൽ നേർത്ത വിളിവെച്ച നന്ദ തിരിഞ്ഞു നോക്കി. ഹരി പ്രേതം പോലെ നിൽക്കുന്നു. നന്ദയ്ക്ക് മനസ്സിലായി അയാൾ എല്ലാം കേട്ടു എന്ന്. അപ്പോൾ തലവേദന അസഹ്യമായി കിടക്കുകയായിരുന്നില്ല. നന്ദയ്ക്ക് നഷ്ടബോധമാണോ ഇപ്പോൾ? ഹരി ചോദിച്ചു. നന്ദ ഞെട്ടി.
നഷ്ടബോധമോ? അതെ, അയാളെ നന്ദ ഇന്നും മറന്നിട്ടില്ല. അയാളും അങ്ങനെ തന്നെയാണെന്ന തിരിച്ചറിവിൽ എന്താ തോന്നുന്നതെന്ന്. തിരിച്ചു പോകണമെന്നാണോ? ഹരി പ്ലീസ്. നന്ദ കേണു. അവൾ തന്റെ മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി. ഹരിക്ക് തോന്നി തനിക്ക് ചുറ്റും അന്ധകാരമായിരുന്നുവെന്ന്. അരണി കടഞ്ഞു. താൻ പാടുപെട്ട് ഊതിത്തെളിച്ച് ആളിക്കത്താൻ തുടങ്ങിയ ദീപങ്ങളെല്ലാം അണഞ്ഞിരിക്കുന്നു. ഇനി അത് പഴയ ശോഭ പരത്തുമോ? എല്ലാം ഒന്ന് തെളിഞ്ഞു വരികയായിരുന്നു. നാശം. ആ കിഴവൻ കയറി വന്ന് എല്ലാം തകിടം മറിച്ചു. ഹരിക്ക് അരിശം വന്നു. പിറ്റേ ദിവസമാണ് നന്ദയുടെ മുഖം തെല്ലു തെളിഞ്ഞത്. ഹരിക്ക് പക്ഷേ ഉള്ളു പതറി തന്നെയിരുന്നു. രാവിലെ പോകാനൊരുങ്ങുമ്പോൾ ഹരി പറഞ്ഞു, ഇനി ആരൊക്കെ ജീവിക്കാൻ നന്ദ വേണമെന്ന് പറഞ്ഞാലും ശരി, നന്ദയെ ഞാൻ വിടില്ല. നന്ദ അയാളെ പകച്ചു നോക്കി. എല്ലാവരും സ്വാർത്ഥരാണ്, എല്ലാവരും. ഒപ്പം ഞാനും. എന്റെ മരണം വരെ ഇനി നന്ദ എന്നോടൊപ്പം വേണം. എന്റെ കുഞ്ഞുങ്ങൾക്കും നന്ദയെ വേണം. നന്ദയുടെ മുഖം ഒന്ന് താണു. നന്ദ ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ സംസാരം ഒരു അധികപ്പറ്റായി പോയില്ലേ ഹരി? എന്തേ? നന്ദയെക്കുറിച്ച് ഹരി ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? എങ്ങനെ? താവളങ്ങൾ മാറിത്തേടുന്ന ഒരു പുൽച്ചാടിയാണെന്ന്. അത് നന്ദയുടെ തീരുമാനങ്ങളിൽ ഒരിക്കലും നന്ദ ദുഃഖിച്ചിട്ടില്ല. കാരണം എന്നും ആലോചിച്ച് നന്ദ എന്തും ചെയ്യൂ. ഹരിയോടൊപ്പം ഈ വീട്ടിലേക്ക് വന്നതും ആലോചിച്ചിട്ട് തന്നെയാണ്. നന്ദ അതിൽ ഇന്നോളം ദുഃഖിച്ചിട്ടില്ല, തെറ്റായി തോന്നിയിട്ടുമില്ല. ഹോ! ഹരി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അയാളുടെ ആ ദീർഘനിശ്വാസം നന്ദയുടെ ചുണ്ടിൽ നേരിയ ചിരി വിരിയിച്ചു പോയി. സത്യത്തിൽ ഹരിക്കിപ്പോൾ സ്വയം വിശ്വാസമില്ലാതായിരിക്കുന്നു അല്ലേ? അതെന്താ? സ്വയം വിശ്വാസമില്ലാത്തവരാണ് കൂടെയുള്ളവരെ അവിശ്വസിക്കുന്നത്. ഓ, ഇപ്പോൾ തെറ്റുകാരൻ ഞാനായിരിക്കുന്നു. ഹരിയുടെ മനസ്സയഞ്ഞു. എന്താ സംശയം? നന്ദ ഒന്ന് പുഞ്ചിരിച്ചു. ഹാവൂ! ഹരി ഒന്നുകൂടി നിശ്വസിച്ചു പോയി. മായ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു. രേവതി ടീച്ചറിന് ആ അറിവ് വല്ലാത്തൊരു ഉണർവായിരുന്നു. നന്ദയായിരുന്നു എന്ന് രേവതി ടീച്ചറിന്റെ ദുഃഖം. അവൾക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ എന്ന്. എന്നാൽ അവൾക്കിപ്പോൾ 2 ഓമന കുഞ്ഞുങ്ങളുണ്ട്. അവൾക്കിപ്പോൾ ദുഃഖവുമില്ല. 9ാം മാസത്തിൽ വയറ്റിനുള്ളിൽ നിന്ന് മുറിച്ചു നീക്കപ്പെട്ട മായയുടെ കുഞ്ഞായിരുന്നു കുറച്ചു ദിവസമായി രേവതി ടീച്ചറിന്റെ ഉള്ളിൽ. എന്നാൽ ഇതാ അതിനു പകരമായി ഒരു പുതുനാമ്പ് അവളുടെ ഉള്ളിൽ കിളിർത്തിരിക്കുന്നു. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. തുടക്കമായതുകൊണ്ട് മായയ്ക്ക് വല്ലാത്ത ക്ഷീണം. രേവതി ടീച്ചർ അങ്ങോട്ടൊന്ന് ചെല്ലണം. മായയും വേണുവും വിളിച്ചു പറഞ്ഞു. രേവതി ടീച്ചർ അശോകനോട് വിവരം പറഞ്ഞു. അമ്മ അങ്ങോട്ട് പോയാൽ പിന്നെ ഇവിടെ ആരാണ്? അശോകൻ ചോദിച്ചു. ഇവിടെ നീയും ലതയും ഇല്ലേ? ടുട്ടുവിന്റെ കുസൃതി അമ്മയ്ക്ക് അറിയാലോ. അവനെയും കൊണ്ട് ഞാൻ എങ്ങനെയാ ജോലിയൊക്കെ ചെയ്യുന്നത്? ലത ചോദിച്ചു. കുസൃതികളായ 3 മക്കൾ എനിക്കുണ്ടായിരുന്നു, രേവതി ടീച്ചർ പറഞ്ഞു. അവരെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ വെളുപ്പിന് 4 മണി മുതൽ ഞാൻ ഈ അടുക്കളയിൽ പണി ചെയ്തു വെച്ചുണ്ടാക്കി. എല്ലാ പണികളും ചെയ്ത് സ്കൂളിലും പോയി. അത്രയും കഷ്ടപ്പാടുണ്ടോ ലത നിനക്ക്? ലതയുടെ മുഖം വീർത്തു. പെൺമക്കളാ അമ്മയ്ക്ക് എപ്പോഴും വലുത്. പെൺമക്കളായതുകൊണ്ട് ചെറുതായി കാണാൻ പറ്റുമോ ലതേ? അമ്മയോട് പറഞ്ഞാ ജയിക്കില്ല. ജയിക്കാൻ വേണ്ടിയാണോ നീ എന്നോട് സംസാരിക്കുന്നത്? ലത അടുക്കളയിലേക്ക് വലിഞ്ഞു. രേവതി ടീച്ചർ ഒരുങ്ങി മായയുടെ അടുത്തേക്ക് ചെന്നു. നന്ദയുമായി ആ പ്രശ്നം ഉണ്ടായതിൽ പിന്നെ അകൽച്ചയായിരുന്നു മായ. അറക്കലേക്ക് വരില്ലവൾ. പക്ഷേ മക്കൾ താനിരിക്കുന്നിടത്തേക്ക് വന്നില്ലെന്ന് കരുതി വാശി വയ്ക്കാൻ അമ്മയ്ക്കാവുമോ? രേവതി ടീച്ചർ ഇടയ്ക്കിടെ മായയുടെ വീട്ടിൽ പോയി വിശേഷങ്ങൾ അറിഞ്ഞിരുന്നു. ശില്പയെയും വേണുവിനെയും കണ്ടിരുന്നു, അല്ലെങ്കിൽ ഫോൺ ചെയ്തിരുന്നു. 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ മായയ്ക്ക്. പക്ഷേ വല്ലാതെ അവൾ ഛർദ്ദിക്കുന്നു. എന്ത് കഴിച്ചാലും ഛർദ്ദി തന്നെ. അതാണ് ക്ഷീണം. രേവതി ടീച്ചർ കുറെ ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിക്കൊണ്ടു പോയിരുന്നു. അവരത് മുറിച്ച് മകൾക്ക് നൽകി. ഇത് കഴിക്കേ, ഛർദിക്കില്ല, ക്ഷീണവും ഉണ്ടാവില്ല. മായ ആപ്പിളിന്റെ കഷ്ണങ്ങൾ പെറുക്കി വായിലേക്ക് ഇടുന്നതിനിടയിൽ ചോദിച്ചു. നന്ദേച്ചിക്ക് സുഖമാണോ അമ്മേ? രേവതി ടീച്ചർ അമ്പരന്ന് മായയെ നോക്കി. എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് നന്ദയെക്കുറിച്ച് ഇന്ന് ഇങ്ങനെ ഒന്ന് അവൾ ചോദിക്കുന്നത്. അമ്മേ എന്നെ പഴിക്കാവൂല്ലേ? മായ ചോദിച്ചു. എന്തിന്? ഞാൻ നന്ദേച്ചി ഒരുപാട് തെറ്റിദ്ധരിച്ചു, ഒരുപാടൊക്കെ പറഞ്ഞു. ധാരണ നിനക്ക് തിരുത്താൻ കഴിഞ്ഞു? രേവതി ടീച്ചർ തെല്ല് കടുപ്പിച്ച് ചോദിച്ചു. പക്ഷേ പറഞ്ഞ വാക്കുകൾ തിരുത്താൻ പറ്റുമോ? തിരിച്ചെടുക്കാൻ പറ്റുമോ? മായ മുഖം കുനിച്ചു. എന്തു പറയുമ്പോഴും ആലോചിക്കണം. നീ മുറിയിൽ കണ്ടതല്ല സത്യമെന്ന് അപ്പോഴേ അവൾ പറഞ്ഞതല്ലേ? നീ വിശ്വസിച്ചില്ല. സത്യത്തിൽ നീ ഒറ്റയൊരുത്തി കാരണം ഞാൻ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടുവന്നു. ഇപ്പോൾ ബലമായി അവളുടെ ഇഷ്ടത്തിനെതിരായി ഈ കല്യാണം നടത്തിയതും
സത്യത്തിൽ നിന്നെ ഭയന്നിട്ടാ. വേണു അവിടെ എങ്ങാനും ഇനിയും വന്നു എന്നറിഞ്ഞാൽ നീ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന് ഭയന്നിട്ട് തന്നെയാ. പാവം നന്ദ. എന്താമേ? ആ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഏതാണ്ട് അരഭ്രാന്തന്റെ മട്ട. അതെന്താമേ? അവനും അവന്റെ അച്ഛനും ഒക്കെ അറയ്ക്കൽ വന്നു നന്ദയെ തിരിച്ചു കൊണ്ടുപോകാൻ. എന്തേ? പക്ഷേ അതിനു മുൻപ് തന്നെ ഞാൻ അവളുടെ വിവാഹം നടത്തിയില്ലേ. കഷ്ടം. മായ കൂടുതൽ പരിതാപത്തോടെ പറഞ്ഞു. എനിക്ക് നന്ദേച്ചി ഒന്ന് കാണണോ അമ്മേ? രേവതി ടീച്ചർ അമ്പരന്നു. നിനക്ക് എന്തു പറ്റി ഈ മാനസാന്തരം? ഇത്തവണ കുളി മാറിയപ്പോൾ എന്റെ ഈ വയറിന്മേൽ തൊട്ട് സത്യം ചെയ്തു വേണുവേട്ടൻ എല്ലാം പറഞ്ഞു. മുമ്പ് പലതവണ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കത് സത്യമാണെന്ന് ബോധ്യം വരുന്നു. എന്താണെന്നറിയില്ല. സത്യമാണ് മായേ. നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നന്ദ പിടിച്ചു നിന്നതുകൊണ്ട് വീണു. എനിക്കറിയാം അവളെ. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് വേണുവേട്ടന് ഉറപ്പ് വന്നിട്ടുണ്ട്. മായ തുടർന്നു. കുഞ്ഞു മരിച്ചതുകൊണ്ട് സങ്കടം വന്നിട്ട് ഞാൻ നന്ദേച്ചി ഒരുപാട് പ്രാഗി. എനിക്ക് നേരിൽ കണ്ടെന്ന് മാപ്പ് ചോദിക്കണം. അമ്മയും വരണം. വരാതെ പിന്നെ പിണങ്ങി നിന്നിരുന്ന ആ മക്കളുടെ സമാഗമമല്ലേ ആ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം. ശില്പയെ സ്കൂളിൽ നിന്ന് വേണുവാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ട് പോരുന്നത്. ഇരുവരും വരുമ്പോൾ മായയും രേവതി ടീച്ചർ ഒരുക്കത്തിലാണ്. ഞാനും വരും മുത്തശ്ശി നന്ദാമ്മയെ കാണാൻ. ഞാനും വരും. ഒത്തിരി വർഷമായി ഞാൻ നന്ദാമ്മയെ കണ്ടിട്ട്, ശില്പ പറഞ്ഞു. ഒത്തിരി വർഷമോ? രേവതി ടീച്ചർ ചിരിയോടെ ചോദിച്ചു. സ്കൂളിൽ പോകുന്നതിന്റെ പുരോഗമനമാണ് മാസങ്ങളെ വർഷങ്ങളാക്കുന്നു. മായ ചിരിച്ചു. വേണു കൂടി വരണം, രേവതി ടീച്ചർ നിർബന്ധിച്ചു മായയെ. ഒടുവിൽ വേണു ഒരു ടാക്സി പിടിച്ചു. സ്ത്രീനിലയത്തിലേക്ക് എല്ലാവരും നീങ്ങി. നന്ദയും അക്കുവും അഖിലും കൂടി മുറ്റത്ത് ഷട്ടിൽ കോക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വശത്ത് നന്ദ, എതിരെ അഖിലും അക്കുവും. അപ്പോഴാണ് ഗേറ്റിങ്കൽ കാർ വന്നു നിന്നത്. ഡോർ തുറന്നതും മുറ്റത്ത് കിടക്കുന്ന നന്ദയ്ക്കരിയിലേക്ക് ശില്പ ഒറ്റ പാച്ചിൽ. നന്ദാമേ, ദേ ശില്പ വന്നു നന്ദാമേ, ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് ശില്പ ഓടി വന്നപ്പോൾ നന്ദയുടെ മനസ്സൊന്ന് തളിർത്തു പോത്തു. എത്രയോ മാസങ്ങളായി ശില്പയെ കണ്ടിട്ട്. ഒരിക്കൽ സ്കൂളിൽ വെച്ച് തന്റെ കയ്യിൽ നിന്ന് മായ ഇവളെ തട്ടിപ്പറിച്ചെടുത്തു. ആ നൊമ്പരമാണ് സത്യത്തിൽ തന്നെ ഇവിടെ എത്തിച്ചത്. ബാറ്റ് താഴെയിട്ടിട്ട് നന്ദ ശില്പയെ കോരിയെടുത്തു. മതി വരുവോളം ഉമ്മ വെച്ചു. ശില്പ നന്ദയ്ക്കും. ചക്കരയുമ്മ, പഞ്ചാരയുമ്മ, 100 ഉമ്മ. കാറിൽ നിന്നിറങ്ങിയ മറ്റുള്ളവരെ കണ്ടതും നന്ദ സ്തബ്ധയായി. മായ, വേണു, അമ്മ. മായ തന്നെ കാണാൻ വന്നിരിക്കുന്നു. അതും വേണുവിനെ കൂട്ടി. അമ്മയാണോ ഇടനിലക്കാരി? നന്ദയ്ക്ക് അടക്കാനാവാത്ത ആഹ്ലാദമായി. എല്ലാം കലങ്ങി തെളിയുന്നല്ലേ. ശില്പയും കൊണ്ട് നന്ദ അവർക്കരികിലേക്ക് ചെന്നു. നന്ദാമ്മേ, എന്തിനാ നന്ദാമ്മ ഇവിടെ താമസിക്കുന്നേ? നമുക്ക് പോകാൻ നന്ദാമ്മേ, ഉണ്ണിയങ്കിളിന്റെ അടുത്തേക്ക് പോകാൻ നന്ദാമ്മേ, ശില്പ പറഞ്ഞു. കണ്ണുകൾ തുറിപ്പിച്ചു ശില്പയെ നന്ദയെ നോക്കി. വെങ്ങി പൊട്ടാൻ നിൽക്കുന്ന അക്കുവിനെയും അഖിലിനെയും ഇതിലധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടി വന്നു. അമ്മ ആ കുട്ടി എടുത്തിങ്ങനെ ഉമ്മ വെക്കുന്നു. കുട്ടി അമ്മയെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. അക്കു അതെങ്ങനെ സഹിക്കും? അഖിലും. ഇരുവരും പാഞ്ഞു വന്നു. അവർ നന്ദയുടെ ചുമലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശില്പയെ പിടികൂടി. ഇങ്ങോട്ടിറങ്ങ്, അഖിൽ പറഞ്ഞു. ശില്പ തിരിഞ്ഞു നോക്കി. നന്ദ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് അഖിൽ ശില്പയുടെ കാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചിട്ട് കഴിഞ്ഞിരുന്നു. ശില്പ കാറിക്കരഞ്ഞു. അയ്യോ! ഒരു നിലവിളിയോടെ നന്ദ ശില്പയെ കോരിയെടുത്തു. എന്തു പറ്റിയടാ കുട്ടാ? അവൾ ശില്പയെ തലോടുകയും തുടയ്ക്കുകയും ചെയ്തു. പഞ്ചസാര മണലാണ് മുറ്റത്ത്, അതുകൊണ്ടൊന്നും പറ്റിയില്ല. നന്ദ അഖിലിനെ നോക്കി. തിളച്ചു നിൽക്കുകയാണവൻ. എങ്കിലും ആ മുഖത്തു നിന്ന് ഉള്ളിലെ വിങ്ങൽ വായിക്കാം. അതേ നിലയിലായിരുന്നു അക്കു. എന്തിനാ മോനെ ഇവളെ വലിച്ചു താഴെയിട്ടത്? നന്ദ അഖിലിനെ തലോടി. ചോദ്യം കേട്ടതും അഖിൽ ഒറ്റപ്പൊട്ടൽ. കാത്തു നിന്നതുപോലെ അക്കു നന്ദ ശില്പയെ താഴെ നിർത്തി. പിന്നെ അവരെ ഇരുവരെയും ചേർത്ത് പിടിച്ചു. എന്താ മക്കളെ, എന്തു പറ്റി അമ്മയുടെ മക്കൾക്ക്? പറ, എന്തിനാ കരയുന്നേ? അമ്മ ഇവരുടെ കൂടെ പോവുകയാണോ? അഖിൽ വിങ്ങിപ്പൊട്ടി. അമ്മ എന്തിനാ ഇവരുടെ കൂടെ പോകുന്നത്? നന്ദ ചോദിച്ചു. പിന്നെ ഈ കൊച്ചു പറഞ്ഞതോ ഇവിടെ താമസിക്കേണ്ട പോകാന്നു. ഓഹോ, അതാണോ കാര്യം? നന്ദ ആശ്വാസത്തോടെ മറ്റുള്ളവരെ നോക്കി. അവരിലും ഒരാശ്വാസം ഉണ്ടായി. ഇവരൊക്കെ നമ്മളെ കാണാൻ വന്നതാ, ആരും അമ്മയെ കൊണ്ടുപോവില്ല, നന്ദ പറഞ്ഞു. അപ്പൊ അമ്മ പോവില്ലേ? അക്കുവിന് സംശയം തീരുന്നില്ല. പോവില്ല. എന്റെ മക്കളെ വിട്ട അമ്മ എങ്ങും പോവില്ല, ഒരിക്കലും പോവില്ല. പോരെ? താൻ ശില്പയെ എടുത്തതും കൊഞ്ചിച്ചതും ഒക്കെ തന്നെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി തന്നെ നന്ദ തറപ്പിച്ചു പറഞ്ഞു. അഖിലിന്റെയും അക്കുവിന്റെയും മുഖം തെളിഞ്ഞു. ആ, ഇത് ശില്പ. നന്ദ ശില്പയെ അവർക്കരികിലേക്ക് നിർത്തി.
നിങ്ങൾ 3 പേരും ഫ്രണ്ട്സാ. നിങ്ങൾ ഒരുമിച്ച് കളിച്ചോളൂ. ടോയ്സ് ഒക്കെ ശില്പയ്ക്ക് കാട്ടിക്കൊടുക്കണം. വീഡിയോ ഗെയിമും മോളെ കാണിക്കണം. അഖിലും അക്കുവും സമ്മതിച്ചു. ശില്പയുടെ കരച്ചിൽ നിന്നിരുന്നു. വാ, ശില്പയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഖിലും അക്കുവും അകത്തേക്ക് നീങ്ങി. ഹാവൂ, ഭയന്നു പോയി. മായ ദീർഘമായി നിശ്വസിച്ചു. മല പോലെ വന്നത് എലി പോലെ പോയി. നന്ദ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. സ്നേഹദൂരത്തൊരു കാത്തിരിപ്പ് എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.